Hi Keen Aspirants, Keen 2026 റിസർവേഷനും സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിലെ എല്ലാ ഡീറ്റെയിൽസും പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വേഗം തന്നെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. മേ ബി നിങ്ങളുടെ ഈ വർഷത്തെ കീമിൽ ഒരു കിഡിലൻ കോളേജിലെ കിഡിലൻ സീറ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന നിങ്ങളുടെ അവകാശപ്പെട്ട റിസർവേഷന് നേടിയെടുക്കുന്നതിനുള്ള ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും. ആൻഡ് മറ്റൊരു ഹാപ്പി ന്യൂസും കൂടിയുണ്ട്. കീം 2026 ബന്ധപ്പെട്ട എന്ത് സംശയം, അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇനി ഏതെങ്കിലും കാറ്റഗറിയോ അല്ലെങ്കിൽ എന്ത് കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും, ഇനി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, എങ്ങനെയായിരിക്കും അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, ഇനി റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഗൈഡൻസ് എല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു ഫ്രീ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീം ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ നിങ്ങൾ 9037921056 9037921056 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? കീമിനെ കുറിച്ചുള്ള എല്ലാ ഗൈഡൻസ് അതിൽ കിട്ടും. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ഈ നമ്പറിലോട്ട് ഹായ് എന്നല്ല കീം എന്ന് അയച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. സോ സ്റ്റാർട്ട് ചെയ്യാം. മകളെ, ഈ കീം 2026 ടോട്ടൽ സീറ്റ്സിൻ്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. അപ്പോൾ റിസർവേഷൻ എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ ടോട്ടൽ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ 50% സ്റ്റേറ്റ് മെറിറ്റ് ആണ് കേട്ടോ. റിസർവേഷനിലെ മാൻഡേറ്ററി ആയിട്ടുള്ളതിൻ്റെ 50% എത്രയാണ്? സ്റ്റേറ്റ് മെറിറ്റ് ആണ് വരിക. ഇനി ബാക്കിയുള്ള 50%ലാണ് ബാക്കി എല്ലാ കാറ്റഗറീസും വരുന്നത്. അപ്പോൾ അതിലൊരു 10% EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഇനി ബാക്കി വരുന്ന ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ്, ലാറ്റിൻ, കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ്, ധീരവ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, കുടുംബി എന്ന് പറഞ്ഞൊക്കെ എല്ലാം കൂടി SC BC എന്ന് പറഞ്ഞ് 30% മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10% ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് SC ST കാറ്റഗറിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാൻഡേറ്ററി റിസർവേഷൻസിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. ഇനി പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പലർക്കും സംശയമുള്ള മറ്റൊരു കാറ്റഗറിയാണ് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി, അല്ലെങ്കിൽ കോട്ട എന്ന് പറയും. അതായത് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിന്റെ കേസസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. അതായത് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ, 10-25 ഉണ്ട്. എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലത് നമുക്കന്നെ കൺഫ്യൂഷൻ ആവും. അതായത് നമ്മൾ അറിയാത്ത പല കോട്ടയിൽ എന്തുണ്ട്? സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കോഴ്സസിനും എന്തെല്ലാം അപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാണ്, സൺ ആൻഡ് ഡോട്ടർ ഓഫ് ഫിഷർമാൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. നിങ്ങളുടെ പാരൻസ് ഫിഷർമാൻ കാറ്റഗറിയിൽ പെടുന്ന, ഒഫീഷ്യലി ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഫിഷർമാൻ എന്ന് പറഞ്ഞൊരു കാർഡൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഉള്ള ഒരാൾ, പാരൻറ്റിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു റിസർവേഷൻ ഉണ്ട്, സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. പക്ഷേ അത് എല്ലാ കോഴ്സിലും ഇല്ല, MBBSലൊന്നുമില്ല. അത് BFSC എന്ന് പറഞ്ഞ കോഴ്സിന് മാത്രമേ ഉള്ളൂ. BFSC എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. BFSC എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഇൻ ഫിഷറീസ് സയൻസ്, അങ്ങനെ എന്തോ പറഞ്ഞൊരു കോഴ്സാണ്, കീമിലുള്ള കോഴ്സാണ്, കിടിലൻ കോഴ്സാണ്. അപ്പോൾ അതുപോലെ ചില കോഴ്സസിന് ചില റിസർവേഷൻസ് അപ്ലിക്കബിൾ ഉള്ളൂ. എന്നാൽ ചിലത് ഒരുപാട് കോഴ്സസിന് എലിജിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് കോട്ട. മക്കളെ, സ്പോർട്സ് കോട്ട ഉണ്ട് കീമിൻ്റെ കേസിൽ. അതായത് BTechൽ, എഞ്ചിനീയറിംഗിലും, BArcനും, MBBSനും, BDSനും, BHMSനും, BAMSനും, വെറ്റിനറി സയൻസിനും, അതായത് കീം ഓഫർ ചെയ്യുന്ന ഏത് കോഴ്സ്, ഞാൻ മനസ്സിലാക്കുന്ന മുഴുവൻ കോഴ്സിനും സ്പോർട്സ് കോട്ട ഉണ്ട്, സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം പോയി ഞാൻ സ്പോർട്സ് ആയിരുന്നു പറയല്ല, നിങ്ങളെ സ്കൂളിൽ മത്സരിച്ചൊന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യുക. അത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിങ്ങൾ അകപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ ജസ്റ്റ് കോമ്പീറ്റ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ആ ലിസ്റ്റിൽ വരാനുള്ള അവരായ ചില ഓരോ ഗെയിംസിനും ഓരോ ലിമിറ്റും കോട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ കൊടുക്കുന്ന ലിസ്റ്റിൽ പെടാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ വരാം. മറ്റൊരു കാറ്റഗറിയാണ് NCC കോട്ട. പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറീസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് NCC കോട്ടയാണ്. NCC കോട്ടയും ഈ പറഞ്ഞ പോലെ ഒരുവിധം മെയിൻ കോഴ്സസിലൊക്കെ അപ്ലിക്കബിൾ ആണ്. എഞ്ചിനീയറിംഗിനും, MBBSനും, BDSനും ഒക്കെ എന്തുണ്ട്? യെസ്, ഈ പറഞ്ഞ കോട്ടയുണ്ട്. അതെല്ലാ കോളേജിലും ഇല്ല. അത് പിന്നെ ഈ പ്രോസ്പെക്ടോസിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഡൗണിലൊക്കെ ഉണ്ട്. അതായത് എല്ലാ കോളേജിലും, അതായത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന കോട്ടയിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ചില കോഴ്സസിൽ ചില കോളേജിലൊക്കെയാണ് കോട്ട ഉള്ളത്. അത് സത്യം പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ NCC കോട്ട ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില കോട്ടസ് നോക്കുകയാണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾ +1 +2 ലെവൽ ഉണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് ഒരു കോട്ടയുണ്ട്. അത് എഞ്ചിനീയറിംഗിന് അപ്ലിക്കബിൾ ആണ്, MBBSന് അപ്ലിക്കബിൾ അല്ല. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എക്സ് സർവീസ്മെൻ സൺ ആൻഡ് ഡോട്ടർ. അതായത് നിങ്ങളുടെ പാരൻസ് എക്സ് സർവീസ്മെൻ ആണെങ്കിൽ, റിട്ടയർ ചെയ്തവരാണെങ്കിൽ യെസ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആയാലും MBBSനായാലും BAMS BHMSനൊക്കെ അപ്ലിക്കബിൾ ആണ്. അതുപോലെ നിലവിൽ സർവീസിലുള്ളവർക്കും എന്തുണ്ട്? കോട്ടാസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സർവിങ് ഡിഫൻസ് പേഴ്സണൽ ഫ്രം കേരളയാണ് അതിപ്പോൾ നിലവിൽ സർവ് ചെയ്യുന്നത്. ഇനി അത് തന്നെ ഉണ്ട് CRPF, BSF, CAPF, CACF, ITBP, NSG, SSB, AR ഒക്കെ ആണെങ്കിൽ വേറെ തന്നെ കാറ്റഗറി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ
സൺ ആൻഡ് ഡോട്ടർ ഓർ വിഡോസ് ഓഫ് ഡിഫൻറ്റ് പേഴ്സണൽ ഹു ഡൈഡ് ഇൻ ഹാർനസ്, അതായത് ഈ വീരമൃത്യു എന്താണ് വരിച്ചവരുടെ മക്കൾക്കൊക്കെ സെപ്പറേറ്റ് കോട്ടാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളെ റിസർവേഷൻ കാറ്റഗറി കണ്ടുപിടിക്കുക. അതിന് ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പറയില്ല ഞാൻ ഇതിൽ പെട്ടതാണെന്ന് പറയല്ല. നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആക്കി വെക്കുക. മറ്റു പ്രധാനപ്പെട്ട വേറെ ചില കമ്മ്യൂണിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നിലവിൽ നിങ്ങൾ എന്താണ് ഒരു ആയുർവേദ BAMS അല്ലെങ്കിൽ BHMS പോലുള്ള അല്ലെങ്കിൽ BDS പോലുള്ള കോഴ്സസ് കഴിഞ്ഞവരാണ്, ജസ്റ്റ് പഠിച്ച് ഡ്രോപ്പ് ചെയ്തവരല്ല. BAMS BHMS BDS ഒക്കെ ഡ്രോപ്പ് ചെയ്തവർക്കും എന്ത് ചെയ്യാം, ആക്ച്വലി MBBS കോട്ടാസ് ഉണ്ട്. വളരെ കിഡ്ലൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ മുൻപ് MBBS മോഹം ഉണ്ടായിരുന്നു, പക്ഷേ മറ്റു കോഴ്സിന് സെറ്റിൽ ചെയ്യേണ്ടവർക്ക് ഒരു കോട്ട ഇവിടെ ഉണ്ട്. ആക്ച്വലി ലിമിറ്റഡ് സീറ്റ്സ് ഉണ്ട്. ഒരുപാട് പേര് അത് യൂസ്ഫുൾ ആക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ എന്തുണ്ട്, വേറെ ഒരുപാടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ മക്കൾക്ക് എന്തുണ്ട്, BSc ഹോണേഴ്സിന് അഗ്രികൾച്ചറിലും അതേപോലെ വെറ്റിനറി സയൻസിലും റിസർവേഷൻ ഉണ്ട്. മറ്റൊന്നാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ കോട്ടയുണ്ട്. അവർക്ക് നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് MBBS ഒരു എല്ലാ കോഴ്സസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റു പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് അറിയോ, ഏതപ്പോയി നിങ്ങളിപ്പം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, ഫാർമസിസ്റ്റ് അതുപോലുള്ള കോഴ്സാണെങ്കിൽ വെറ്റിനറി സയൻസിൽ ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയിൽ റിസർവേഷൻ ഉണ്ട്. ഇനി നിങ്ങളുടെ പാരൻസ് അഗ്രികൾച്ചർ അസിസ്റ്റൻസ് അങ്ങനെയുള്ള കുറച്ച് കേസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹോണേഴ്സ് ഡിഗ്രി കോഴ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവിടെ എന്തുണ്ട്, നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ കുഫോസ്, KVA, SU എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് അതേപോലെയുള്ള ഒരുപാട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിലുള്ള നിങ്ങളുടെ പാരൻസ്, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്ന അവരെ മക്കൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സസിൽ റിസർവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മണിക്കൂറോളം നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങളത് കൃത്യമായി ഡൗട്ട് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിൽ അർഹതയുള്ളവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആൻഡ് ലാസ്റ്റ് അഡ്മിഷൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഹാജരാക്കേണ്ട സമയത്ത് നിങ്ങൾ അത് ഹാജരാക്കണം, അല്ലെങ്കിൽ അത് റദ്ദാവും ചെയ്യും. അതും നിങ്ങൾ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.